ഹലോ. അപ്പം കുറേ ദിവസമായി ഞാൻ വ്ളോഗ് തുടങ്ങിയിട്ട്. അപ്പം ആർ ബി വ്ളോഗ് തന്നെ അറിയാവും. അപ്പം കുറച്ച് വലിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല. 200 പേരാകണ്ടേ, 200 പേരെ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. അപ്പോൾ കുറച്ച് പേരൊക്കെ വീഡിയോ കാണും. അവരൊക്കെ പരിചയമുള്ളവരാണ് കാണുന്നത്. അപ്പോൾ അവരൊക്കെ ഒന്ന് ചോദിക്കും, നിൻ്റെ പേരൊന്നും പറയാത്തത്, എന്തൊക്കെ ചോദിക്കും. അപ്പം ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ എൻ്റെ RB വ്ളോഗിൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ലോങ് വീഡിയോ ഇടണമെങ്കിൽ അത് എൻ്റെ പേര് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഇതിടണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഇത്രയും നാൾ ഞാൻ പറയാതിരുന്നത്. എൻ്റെ പേര് അനന്തു എന്നാണ്. പിന്നെ എന്നെ അടുത്തറിയാന്നുള്ളവർ കിട്ടുണ്ണി എന്നാണ് വിളിക്കുന്നത്. അപ്പം എനിക്ക് എന്നെ കിട്ടുണ്ണി എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം. പിന്നെ കുറേ പേരെടുത്ത് ചോദിച്ചതെന്ന് വെച്ചാൽ ഈ വ്ളോഗ് കൊണ്ട് എന്തിനാണ് ഉദ്ദേശിക്കണമെന്ന് ചോദിച്ചു. സത്യത്തിൽ ഈ വ്ളോഗ് തുടങ്ങാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട്, ഇപ്പോഴല്ല, കുറേ നാളുകൾക്ക് മുമ്പ് നമ്മൾ ഈ ഐഫോൺ, സാംസങ്ങിൻ്റെ ഫോണുകൾക്കൊന്നും വലിയ ഇതില്ലാത്ത സമയത്ത് നമ്മൾ പൈസ ഇട്ടിട്ട് എന്താ പറയുക, ക്യാമറ വാങ്ങിയിട്ട് ക്യാമറയിലാണ് അന്നും വ്ളോഗൊക്കെ ഉണ്ട്. കുറച്ച് പേരൊക്കെ വ്ളോഗ് ഇടുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട് കിടിലാകാശൊക്കെ വ്ളോഗ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ചെറിയ ഫോണിലൊക്കെ വീഡിയോ എടുക്കണം. അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് ചോദിക്കാത്തതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ക്യാമറ പൈസ നമ്മളെല്ലാവരും കൂടെ പൈസ ഷെയർ ഇട്ടാണ് ക്യാമറ എടുക്കുന്നത്, ഫോട്ടോ എടുക്കണം. അപ്പം ഫോട്ടോ എടുക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ പൈസയൊക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഒരേ കണക്ക് ഷെയർ ഇടണം. നമ്മളൊരു 5 ഫോട്ടോ അല്ലെങ്കിൽ 10 ഫോട്ടോ. അപ്പം ഞാൻ അവരെ കുറ്റം പറഞ്ഞല്ല, ഇപ്പോൾ ഒരുപാട് പേരുണ്ട്. നമ്മളൊരു 5 ഫോട്ടോ അല്ലെങ്കിൽ 4 ഫോട്ടോ എടുക്കും. അപ്പം നമ്മൾ സ്റ്റോറേജ് എടുത്ത് നോക്കാൻ നേരത്ത് ഒരുപാട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇഷ്ടം തോന്നുന്നു ഓൾറെഡി. അപ്പം ഞാൻ വിചാരിച്ച് എനിക്കൊരു ക്യാമറ അടിക്കണം. അപ്പം ക്യാമറ അടിക്കാൻ നമ്മൾ ഓൺലൈനിലൊക്കെ നോക്കാൻ നേരത്ത് നല്ല കോസ്റ്റ്ലിയാണ്. അപ്പം എനിക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ലേ, ആകാശിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നത് എങ്ങനെയാണ് വ്ളോഗൊക്കെ ചെയ്യണം എന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ ഒന്നുമില്ല, നിൻ്റെ ഫോണിൽ നീ വീഡിയോ എടുത്ത് ഇങ്ങനെ എഡിറ്റ് ചെയ്യാനെങ്കിൽ ആപ്പ് എടുക്കണം. ഇന്ന ആപ്പ് എന്നില്ല, നിനക്ക് എളുപ്പമുള്ള ആപ്പ് ഏതാണ് അത് എടുത്ത് എഡിറ്റ് ചെയ്ത് നിനക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ മതി. പിന്നീട് നീ 1-2 വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ വ്ളോഗിലോട് തുടങ്ങിയത്. ഫസ്റ്റ് ഇൻസ്റ്റയിൽ റീലാണ് ഇറങ്ങുക. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അമ്മൂമ്മ എനിക്ക് കണ്ടാൽ വിഷമം തോന്നി. തളന്നിങ്ങനെ നടന്ന് പറഞ്ഞ്, നമ്മൾ സ്കൂളിൽ പോയിട്ടൊക്കെ നടന്നു വരുമ്പം നമ്മൾ അച്ചാമ്മയെ കൊണ്ടാകുന്ന സമയത്ത് അച്ചാമ്മയ്ക്ക് നമുക്ക് ചായ അടിച്ചു തന്നിട്ടുണ്ട്, നാരങ്ങയുള്ളൊക്കെ അടിച്ചു. അപ്പം ഞാൻ അതൊക്കെ ഓർത്തുപോയി. എൻ്റെ അമ്മൂമ്മയെ പോലെ, എൻ്റെ അച്ചാമ്മയെ പോലെ ഞാൻ കണ്ടാണ് അവർക്ക് വെള്ളം വാങ്ങിച്ചു കൊടുത്തു. അപ്പം ഇവർ നല്ല വഴക്കാളിയാണ്. ആർക്കും ഒരു ഇഷ്ടമൊന്നുമല്ല, ഒരു നല്ല വഴക്കാളി. പക്ഷെ എനിക്കവർ ഭയങ്കര സ്നേഹമാണ്, പാവം. അവർക്ക് നാരങ്ങ വാങ്ങിച്ചു കൊടുക്കുന്ന വീഡിയോ ആണ് ഞാൻ ആദ്യമായിട്ട് വ്ളോഗ് എന്ന രീതിയിൽ എടുക്കണം. അന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് കൂട്ടുകാരുടെ അത്ര ദേഷ്യമൊന്നുമില്ല. അന്ന് അവർ സാഹചര്യം അവരങ്ങനെ എടുത്ത് നമ്മൾ നോക്കണ്ട. അപ്പം നമ്മൾ പിന്നീട് നല്ല ഫോൺ കാണുമല്ലോ. അപ്പം ഞാൻ വീഡിയോ ഇട്ടപ്പം എൻ്റെ ഫോണിൽ ക്ലാരിറ്റി ഉണ്ട്. അപ്പം വേറൊരാൾ ഫോണിൽ ക്ലാരിറ്റി ഇല്ലാതെ തുടങ്ങി. അപ്പം ഞാൻ ഇതിൽ ഹോൾഡ് ചെയ്ത് വെച്ച് എനിക്ക് എപ്പോഴെങ്കിലും നല്ലൊരു ഫോൺ വാങ്ങിക്കുമ്പം വ്ളോഗ് തുടങ്ങണമെന്ന് തോന്നി. പിന്നെ അപ്പം ഐഫോണൊക്കെ എല്ലാവരും വന്നു തുടങ്ങി. ഇതിലെ കണ്ണാപ്പി ഐഫോൺ എന്നൊക്കെ പറയില്ല, അതുപോലെ ഐഫോൺ എല്ലാവർക്കും വന്നു തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച് ഐഫോൺ എടുക്കാം. ഞാൻ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കും, ഐഫോണിൻ്റെ വില ഇതൊക്കെ നോക്കും. ഈ ഐഫോൺ എനിക്ക് പൊതുവെ ഇഷ്ടമല്ലാത്തല്ല, അത് ഞാൻ 1-2 പേരൊക്കെ യൂസ് ചെയ്യണതൊക്കെ ഞാൻ എടുത്ത് നോക്കിയിട്ടുണ്ട്, കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പം ആൻഡ്രോയിഡ് ആണെങ്കിൽ ഉപയോഗിക്കാമല്ലോ, ആൻഡ്രോയിഡ് ക്യാമറ, നല്ല ക്യാമറ ഉള്ള ഫോൺ ഉണ്ടാവും എന്നൊക്കെ ഞാൻ സെർച്ച് ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സാംസങ് പറഞ്ഞത്. സാംസങ് ഗാലക്സി സീരീസൊക്കെ S24, S23 ആണ് എന്നെ കൂടുതൽ അട്രാക്ട് ചെയ്തത്. ഇന്ന ഫോണുണ്ട്, കൊള്ളാം. എൻ്റെ ഒരു ഫ്രണ്ട് റിജു, പുള്ളിയാണ് ഇത് S23 കൊണ്ടുവന്നിട്ട് S20 അൾട്രയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇതിലെടുത്ത് ഫോട്ടോ എടുത്തു. അപ്പോൾ റേറ്റൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഓൺലൈൻ അപ്പടെ ഫ്ലിപ്കാർട്ടിൽ കയറി സെർച്ച് ചെയ്ത് നോക്കി വില എത്രയാണെന്ന് നോക്കാൻ വേണ്ടി. അപ്പോൾ എന്നെ കൊണ്ട് പറ്റൂല എന്നായി. അതിനിടയ്ക്ക് ഞാൻ ഒരു വണ്ടി സ്പ്ലെൻഡർ CC എടുത്ത് അതിൻ്റെ ഓട്ടവും പ്ലംബിങ്ങിന് ഇലക്ട്രിക്കിൻ്റെ പണിക്കാണ്ട് ഒരു ദിവസം പോലും ലീവ് എടുക്കില്ല. അത് പോയാണ് ഇതിൻ്റെ EMI അടച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇതൊക്കെ കഴിഞ്ഞ് ഈ വണ്ടിയിൽ EMI കഴിഞ്ഞു. അപ്പോൾ എനിക്ക് എന്തായാലും ഫോൺ മേടിക്കണം. അപ്പം അൾട്ര മേടിക്കാൻ ചെന്ന് ചോദിച്ചപ്പം അന്ന് EMIക്കാണ് എടുക്കണ സംഭവം. ചെന്ന് ചോദിച്ചപ്പോഴത്തേക്കും എനിക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അതും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കടയിൽ തന്നെ പോയ രാഹുൽ ചേട്ടൻ്റെ കടയിലാണ് പോയത്. രാഹുൽ ചേട്ടൻ പറഞ്ഞാൽ നിൻ്റെ ബജറ്റ് എടുക്കണം, S24 എടുക്കാൻ പറ്റും, S24 പ്ലസ് എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ S24 പ്ലസ് അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ നീ S24 എടുക്കാമെന്ന് പറഞ്ഞു.
അപ്പോൾ ഞാൻ ഈ ചേട്ടനോട് ചോദിച്ചോട്ടെ ചേട്ടാ ക്യാമറയൊക്കെ എങ്ങനെയുണ്ട്, എനിക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ചേട്ടാ ധൈര്യമായിട്ട് എടുത്തോ, നീ യൂസ് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കുറച്ച് ദിവസം ഒരു 2-3 ആഴ്ച യൂസ് ചെയ്ത് നോക്കി, ഇഷ്ടപ്പെട്ടാണ് ആ ഫോൺ വാങ്ങണം. അതിനുശേഷം പിന്നെ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐഡിയാസ് വേണം. അപ്പോൾ ഞാൻ യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്യും. അപ്പം ഞാൻ വിചാരിക്കും ഇതെങ്ങനെ ചെയ്യണത്, എല്ലാവരും ഓരോന്നും ചെയ്ത് എനിക്കൊന്നും മനസ്സിലാവില്ല. അപ്പോഴും എന്നെ സഹായിച്ചത് എൻ്റെ കൂടെ പഠിച്ച ആകാശ്, കിടിലാകാശ്, ആകാശത്തല്ല അവൻ കിടിലാകാശ്, കിടിലാകാശ് അവൻ പറഞ്ഞ് ഇങ്ങനെയാണ് ചെയ്യണത് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും പറഞ്ഞു തന്നു. അപ്പം ഞാൻ പിന്നെ കണ്ടിന്യൂസ് ഞാൻ വീഡിയോസ് എടുത്ത് എനിക്ക് ഇടാൻ ഒരു മടിയായി. അങ്ങനെ എൻ്റെ ഒരു മാമൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് വിളിക്കുന്നു. അപ്പം ഞാൻ ബർത്ത്ഡേക്ക് പോയി ആ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞില്ലേ ആകാശിനാണ് അയച്ചു കൊടുത്തത്. അപ്പം അമ്മ ഇവിടെ കൊള്ളാം, നീ പോസ്റ്റ് ചെയ്യുന്ന പറഞ്ഞു. അപ്പം ഞാൻ ഇൻസ്റ്റയിൽ മാത്രം പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ യൂട്യൂബിൽ ഇടുക, എന്തായാലും റീലെടുത്തില്ല ഇടുമെന്ന് അവൻ തന്നെ പറഞ്ഞു. അങ്ങനെയാണ് ഈ വ്ളോഗ് ചെയ്തു തുടങ്ങിയ. പിന്നെ ഇതിൽ ഒന്നും കിട്ടുമെന്ന് പ്രതീക്ഷയൊന്നുമില്ല. നിൻ്റെ വ്ളോഗ് കണ്ടടാ എന്ന് പറയണത് തന്നെ എനിക്കൊരു സന്തോഷമായിട്ട് തോന്നി. പിന്നെയാണ് ഞാൻ എല്ലാ വീഡിയോകളും ചെയ്തു തുടങ്ങിയത്. അവസാനം വരെ ഈ അവസാനം ഇട്ട വീഡിയോസ് അല്ലെങ്കിൽ ഷോർട്സാണ് ഇടുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് എല്ലാവരും കണ്ടുപോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഷോർട്സാണ് ഇടുന്നത്. ലോങ് വീഡിയോ ഒന്നും ലോങ് വീഡിയോ ഒന്നും ആരും കാണില്ല, നമുക്ക് അറിയാം. അതുകൊണ്ട് പിന്നെ ലോങ് വീഡിയോ ഇടില്ല, ഷോർട്ട് വീഡിയോസ് മാത്രം. അങ്ങനെയാണ് അന്ന് ആ ക്യാമറ എടുത്ത ഫോട്ടോ എടുക്കാത്തതിൻ്റെ വിഷമത്തിലാണ് ഞാൻ വ്ളോഗെന്ന് പറഞ്ഞ് അങ്ങ് തുടങ്ങിയതും. അന്ന് എൻ്റെ ആകെ വ്ളോഗ് തുടങ്ങണം, അങ്ങനെ തുടങ്ങിയതാണ് ഈ വ്ളോഗ്. ഇതിൽ ഒരാളുടെ അടുത്ത് പറഞ്ഞ് നിനക്ക് വ്ളോഗും കുറച്ച് വ്യൂസൊക്കെ, അതും യൂട്യൂബിലല്ല ഇൻസ്റ്റയിലാണ് എനിക്ക് കൂടുതൽ വ്യൂസ് കിട്ടണത്. കിട്ടപ്പോൾ നിനക്ക് ഇങ്ങനെ ഹെഡ് വെയിറ്റ് തലക്കാൻ തോന്നി. ചേട്ടാ പൊന്നു ചേട്ടാ, എനിക്ക് ഹെഡ് വെയിറ്റും തലവെയിറ്റൊന്നും ഇല്ല, അന്നേരം ആദ്യം ആ സംഭവമൊന്നും ഇല്ല. വീഡിയോസ് ചെയ്യാൻ തോന്നിയെങ്കിൽ ചെയ്യണേന്ന്. പിന്നെ ആരെ സഹായത്തിനൊന്നും ഞാൻ വിളിക്കില്ല. ഒരു വീഡിയോ എടുക്കാൻ പോലും ആരെ മുഖം കണ്ടാലും ഞാൻ ചോദിക്കും, നിൻ്റെ മുഖം എൻ്റെ ഇങ്ങനെ വ്ളോഗ് ഇടാനുള്ള വീഡിയോയിൽ പറ്റി എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് ഞാൻ ചോദിച്ചതിന് ശേഷമായിരിക്കും ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണത്. അപ്പം എൻ്റെ തൊട്ടടുത്ത സുഹൃത്തുക്കൾ ആരും പറയണം അത് കുഴപ്പമില്ല നീ പോസ്റ്റ് ചെയ്തോ എന്ന് പറയും. അതാണ് ഞാൻ പോസ്റ്റ് ചെയ്യണം. അങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ആരും വീഡിയോ ഇടണമെന്ന് തോന്നിയിട്ടില്ല. പിന്നെ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ബസ്സിൻ്റെ ഒരു വീഡിയോ, എൻ്റെ ചേട്ടൻ പിന്നെ കുറച്ച് ബസ് പ്രേമികൾ ആട്ടോ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അവരാണ് എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു ബസ് കിടന്ന് നശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ആ ബസ്സിൻ്റെ വീഡിയോ ഞാൻ ചെയ്തത്. ഇപ്പം ഞാൻ ഇന്ന് പോയപ്പോഴും ഞാൻ അങ്ങോട്ടൊക്കെ സ്ഥിരം പോണേനും ഞാൻ പോയപ്പോഴും ഈ ബസ് ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. അപ്പോഴാണ് എൻ്റെ അടുത്ത് ഒരാൾ ഇന്നലെ അടുത്ത് പറഞ്ഞാൽ ചേട്ടാ വേറെയും ബസ് അവിടെ ഉണ്ട്, ആ ബസ് അതിനകത്ത് ഒതുക്കിയിട്ടിരിക്കുകയാണ്. ഇതൊന്നും നമ്മൾ സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരു ഡ്രൈവറിനെ ഈ വണ്ടി വെളിയിൽ നിന്ന് വിളിച്ച് പോകുന്നേക്കാൾ നല്ലത് ഒരു ബസ് ഡ്രൈവർ എന്തായാലും കാണും. ഡ്രൈവിംഗ് പഠിച്ച് ഒരുപാട് പേര് ചുമ്മാ ഇരിക്കുന്നവർ കാണും. അല്ലെങ്കിൽ ഈ ഒരു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവിടെ വരും. ഈ ഡ്രൈവിങ് രാവിലെയും വൈകിട്ടും ബെഡ് സ്കൂളല്ലേ, രാവിലെയും വൈകിട്ട് ചിലപ്പോൾ ഓടിയാൽ മതിയായിരിക്കും. അപ്പം ആ സമയത്ത് ഒന്നും അവരെടുക്കൂലേ. വെറുതെ ഈ ലോക്കൽ വണ്ടി വിളിച്ച് പോകണേക്കാൾ ആ ബസ് എടുത്ത് ഡ്രൈവ് ചെയ്തൂടെ. വെറുതെ 2 ബസ് വരെ കണക്ക് നശിക്കേണ്ട കാര്യമുണ്ടോ. അന്ന് നമ്മൾ പറയണം നമ്മളെ പഞ്ചായത്തിൽ നമ്മളെ വീഡിയോ കണ്ടിപ്പം പ്രതികരിക്കുമെന്നൊന്നും വലിയതൊന്നുമില്ല. അതൊക്കെ ചിലപ്പോൾ ശരിയാവും. നമ്മളെ പഞ്ചായത്തല്ലേ എല്ലാം സെറ്റാവും. ഒരിക്കലും കുറച്ച് പറയാൻ പറ്റില്ല നമ്മളെ പഞ്ചായത്തിനെ. യൂട്യൂബൊക്കെ ഇൻസ്റ്റയൊക്കെ ഒരുപാട് നാൾ ഉപയോഗിച്ചതിന് ശേഷമാണ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാനും. ഞാൻ പിന്നെ ഇപ്പം വീഡിയോസ് കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്ളോഗുകളാണ് കൂടുതൽ കാണുന്നത്. അപ്പം എനിക്ക് എങ്ങനെയെങ്കിലും ആ വ്ളോഗിലോ അവർ ചെയ്യണ പോലെ ഇപ്പോൾ ഒരു 500 വീഡിയോ ഇട്ട ആളെ പോലെ ഒരു 60 വീഡിയോ ഇട്ട എനിക്ക് ഒരു കാരണം വെച്ചാലും ചെയ്യാൻ പറ്റില്ല. ഞാൻ പഠിച്ച് പറഞ്ഞാണ് ഞാൻ പിന്നെ ഓക്കെ ആവും. എൻ്റെ വീഡിയോ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഓക്കെ ആക്കി വരും. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നല്ല വീഡിയോസ് ചെയ്യും. അങ്ങോട്ട് ഉറപ്പായിട്ട് നമ്മളെ വിദേശത്തൊക്കെ താമസിക്കുന്ന ഒരുപാട് പേര് ഷിജു എന്നാണ് തോന്നുന്നത്. ആ ചേട്ടൻ ഫേസ്ബുക്കിലാണെന്ന് തോന്നുന്നു വീഡിയോ കാണുന്നത്. കണ്ടിട്ട് എന്നെ വീഡിയോ കോൾ ചെയ്ത് ഞാൻ സ്റ്റക്കായി പോയി. ചേട്ടൻ ഞാൻ സ്റ്റക്കായി പോയി. അതുകൊണ്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരാൾ വിളിക്കണം. ആ ചേട്ടൻ ഗൾഫിലങ്ങണ്ടാണ്. അപ്പോൾ ആ ചേട്ടൻ വിളിച്ചപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി. ചേട്ടാ ആ സന്തോഷത്തിൻ്റെ എനിക്ക് ഒന്നും പറയാൻ പറ്റാതായി പോയത്. ചേട്ടനൊക്കെ കാണണമല്ലോ ചേട്ടാ. ഇപ്പം ഒരുപാട് ഞാൻ പിന്നെ ചെറുതായിട്ട് ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോകും. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴും ഓരോരുത്തരൊന്ന് പറയും ചേട്ടാ എടാ ഇതിങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്യും. നിങ്ങളിങ്ങനെ പറയണത് തന്നെ ചേട്ടാ എൻ്റെ സപ്പോർട്ട്. എന്തായാലും ഞാൻ വീഡിയോസ് നിർത്തൂല. ഉറപ്പായിട്ട് ഈ വീഡിയോസ് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കും. ആരെ ശല്യം ചെയ്യാൻ വേണ്ടൊന്നുമല്ല, എൻ്റെ കുറച്ച് കണ്ടന്റ്, എൻ്റെ കുറച്ച് മണ്ടത്തരം
കണ്ടന്റ് എന്ന് പറയില്ലേ, എൻ്റെ കുറച്ച് മണ്ടത്തരങ്ങൾ നിങ്ങൾ കേൾക്കണം എന്ന രീതിയിൽ ചെയ്യണതാണ്. കുറെ നെഗറ്റീവ് കമൻസ്, നെഗറ്റീവ് കമൻസ് ഒക്കെ കുറെ കമന്റ് ആയിട്ട് വരുന്നില്ല, എൻ്റെ അടുത്ത് ഡയറക്റ്റ് പറയാണ്. എനിക്ക് ഒരാളോട് ചോദിച്ചു നിനക്ക് വേറെ ചെരുപ്പൊന്നും ഇല്ലേന്ന്. അപ്പം ഞാൻ പറഞ്ഞത് ഞാൻ ചിരിച്ചുകൊണ്ടങ്ങ് പോയുള്ളൂ. ചേട്ടാ ആ പറഞ്ഞ ചേച്ചിയുടെ അടുത്താണ്, ചേട്ടനുള്ള ഒരു ചേച്ചിയാണ് പറഞ്ഞത്, ആ ചേച്ചിയുടെ അടുത്താണ്. ചേച്ചിയുടെ പൈസ കൊടുത്തല്ല ഈ ഫോൺ ഞാൻ വാങ്ങിയത്, ഈ എൻ്റെ പൈസ കൊടുത്താണ്, ഞാൻ ചെവരടിക്കുന്ന പൈസ കൊണ്ടാണ് ഞാൻ ഫോൺ വാങ്ങിയത്. അപ്പം എൻ്റെ ചെരുപ്പ് ചേച്ചി തിരക്കണ്ട. ചേച്ചിയുടെ സബ്സ്ക്രൈബ് ചെയ്യാനും ഞാൻ പറഞ്ഞില്ല, ലൈക്ക് അടിക്കാനും ഞാൻ പറഞ്ഞില്ല. ഇഷ്ടമുണ്ടെങ്കിൽ ചേച്ചി കണ്ടാൽ മതി. പിന്നെ നല്ല സപ്പോർട്ട് എന്തായാലും എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും ഉണ്ട്, എൻ്റെ ചേട്ടനും ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ചേട്ടനാണ് ആ ബസ്സിൻ്റെ വീഡിയോ ഇടുക എന്ന് പറഞ്ഞ് വന്നത്. ആദ്യമൊക്കെ അവൻ എന്നെ പള്ളി വിളിച്ചെങ്കിലും പക്ഷേ അവന് ഇപ്പം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങോട്ട് ചുറ്റിപ്പറ്റി കുറച്ച് കിട്ടുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പ്ലംബിങ്ങിൻ്റെ ഇലക്ട്രിക്കിൻ്റെ വർക്കാണ് പോകണം. അപ്പം എനിക്ക് എന്നും ഇതിൻ്റെ പിറകെ നടക്കാൻ പറ്റൂല. അപ്പം എനിക്ക് എത്താൻ പറ്റുന്ന സ്ഥലത്തെല്ലാം ഉറപ്പായിട്ട് വീഡിയോ ആയിട്ട് എന്നും ഉണ്ടാവും, കുറേ നാളുണ്ടാവും. എന്ന് നിർത്തുമൊന്നുമില്ല, പറ്റണ കാലം വരെ വരാനാണ് ശ്രമിക്കണം. നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇത്രയും നാളും എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ല എന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ടായിരിക്കും എൻ്റെ ചാനൽ ഞാൻ പറയണം, സബ്സ്ക്രൈബ് ചെയ്യണം. നെഗറ്റീവ് വന്നെന്ന് വെച്ചുകൊണ്ട് ഞാൻ പിന്മാറാൻ പോണില്ല. വേങ്ങോട് സംബന്ധമായ പറ്റണ വീഡിയോസ് എടുത്ത് ഞാൻ ഇന്നും കൂടെ വേങ്ങോടിൻ്റെ കൂടെ അങ്ങോട്ടും ഉണ്ടാവും. അത്ര തന്നെ. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം. സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞില്ല, ലൈക്കെങ്കിലും അടിക്കണം. ഇത്രേ ഉള്ളൂ.